കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ലേബർ കോഡ് തൊഴിൽ നിയമങ്ങളുടെ ഒക്കെ വേണ്ടിയുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു അഴിച്ചുപണിയാണ്. അപ്പോൾ ആ ലേബർ കോഡ് അത് പല ഭാഗങ്ങളായിട്ടുണ്ടത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ഞാനത് പഠിച്ചു. എന്നാലും അത് ഒരു ബോറൻ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നില്ല. നിങ്ങൾ തൊഴിൽ നിയമങ്ങളൊന്നും മനസ്സിലാക്കിയാൽ മതി. കൊണ്ടുവന്നു അതിനെ തൊഴിലാളി യൂണിയനുകൾ എല്ലാം ശക്തിയുക്തം എതിർക്കുകയാണ്. BMSൻ്റെ യൂണിയൻ ഒഴികെ. BMSൻ്റെ യൂണിയന് പോലും അതിനകത്ത് കുറച്ച് ഭാഗങ്ങളിൽ തർക്കമുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ ഈ നവംബർ 26-ാം തീയതി വളരെ വലിയൊരു സമരം നടത്താൻ പോവുകയാണ്. അതായത് ഈ തൊഴിൽ നിയമങ്ങൾ, അതായത് തൊഴിലാളികളുടെ അവരുടെ വെൽബീയിങ്ങിനെ, അവരുടെ നല്ല ജീവിതത്തെ ഹനിക്കുന്ന വിധത്തിലുള്ള ഈ പരിഷ്കാരങ്ങൾ ഒക്കെ ഒഴിവാക്കേണ്ടതാണ്. ഇതൊന്നും വേണ്ട, നേരത്തെയുള്ള തൊഴിൽ നിയമം പുനഃസ്ഥാപിക്കണം എന്നുള്ള രീതിയിൽ അവർ ട്രേഡ് യൂണിയൻസ് എല്ലാം കൂടെ സമരത്തിലാണ്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനായിട്ടുള്ള CITUവിൻ്റെയൊക്കെ നേതാവ് ശ്രീ എളമരം കരീമൊക്കെ ഇരുന്ന് പറയുന്നത് നമുക്ക് കേൾക്കണം. വളരെ ഘനഗാംഭീര്യ ശബ്ദത്തിൽ അദ്ദേഹം അങ്ങ് വിളിച്ചു പറഞ്ഞു, നവംബർ 26-ാം തീയതി ശരിപ്പെടുത്തും എന്നുള്ളതാണ് കേട്ടോ. മൊത്തം ഇത് കേട്ടാൽ തോന്നുന്നു നമുക്കിപ്പോൾ എല്ലാം റെഡിയാക്കാൻ പോകുമെന്ന് തോന്നും. അത് നല്ലതാണ്. പക്ഷേ അവർക്കൊന്നും നമ്മുടെ ശ്രീ ശിവൻകുട്ടിയെയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയോ കുറിച്ചൊന്നും അറിയാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. PM3 വിവാദം ഉണ്ടായല്ലോ, ഒരു മനുഷ്യനും അറിയാതെ, അവർ പോലും അറിയാതെ പോയി ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്തെന്നറിയോ, ഇവിടെ ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്നുവെങ്കിലും, മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കുന്നുവെങ്കിലും, ഭരണകൂടം എന്ന് പറയുന്നത് ശ്രീ നരേന്ദ്രമോദിയുടെയാണ്. അതാണ് കാര്യം. അതാണ് നമ്മൾ കാണാനുള്ളത്. ഞാൻ ചെറിയ വാചകത്തിൽ ഇത് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ കണ്ട PM3. ഇനി അത് പോട്ടെ, അതിലും വലിയ വിവാദമാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഈ ലേബർ കോഡിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിവാദം. അത് വരാൻ പോകുന്നത് എന്തെന്നറിയോ, അതിൽ ഈ വേതന പരിഷ്കരണമൊക്കെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഉള്ള ആ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേന്ദ്ര നിയമങ്ങൾ ഇവിടെ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചട്ടങ്ങൾ വേണം. അതായത് റൂൾസ് ഫ്രെയിം ചെയ്യണം ഓരോ സംസ്ഥാനവും. അത് വേണ്ട സംസ്ഥാനങ്ങൾ മാത്രം റൂൾ ഫ്രെയിം ചെയ്താൽ മതി. കേരളത്തിൽ ഇതിനെ എല്ലാവരും ശക്തിയുക്തി എതിർക്കുകയാണല്ലോ. ഏറ്റവും കൂടുതൽ ഇതിനെ എതിർത്തെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഇവർ എതിർത്തുകൊണ്ടിരിക്കുന്ന ഈ സാധനമാണ്. അപ്പോൾ ഇതിനെ ശക്തിയുക്തം എതിർക്കുകയാണ്. അവരങ്ങ് സമരം ചെയ്തങ്ങ് റെഡിയാക്കാൻ പോവുകയാണ്. പക്ഷേ 2021 ഫെബ്രുവരിയിലോ മാർച്ചിലോ എങ്ങാണ്ടാണ് ഈ അനങ്ങാതെ നമ്മുടെ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ പോയിട്ട് ഇതിൻ്റെ റൂൾ അങ്ങ് ഫ്രെയിം ചെയ്തു. റൂൾ ഫ്രെയിം ചെയ്തു കൊടുത്ത് ആ റൂള് വിജ്ഞാപനവും ചെയ്തു കേട്ടോ. എന്നിട്ട് പറയാം അത് അദ്ദേഹത്തിൻ്റെ ആ വ്യാഖ്യാനം, അത് ആ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് പോലും മനസ്സിലാവുന്നത്തെ ഒരു വിശദീകരണമാണ് കൊടുക്കുന്നത്. കൊടുത്ത എന്താണെന്നറിയാമോ, അത് കേന്ദ്ര ഗവൺമെൻറ് വളരെ നിർബന്ധമായിരുന്നു റൂൾ ഫ്രെയിം ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് റൂളൊക്കെ അങ്ങ് ഫ്രെയിം ചെയ്തു. പക്ഷേ അതൊന്നും ഇവിടെ അതൊന്നും നടപ്പാക്കിയിട്ടില്ലെന്ന്. റൂള് ഫ്രെയിം ചെയ്തു, അത് വിജ്ഞാനം ചെയ്തു. ഇനി എന്തൊന്നും നടപ്പാക്കാൻ റൂളിനെ എടുത്ത് നടത്തിക്കണോ? ഈ പറയുന്ന വർത്തമാനം ഉണ്ടല്ലോ, ഇതൊക്കെ ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനല്ലേ. ഇത് ഈ അണികൾ പോലും തിരിച്ചറിയാത്തത് എന്താണ്? ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയാതെ ഇത് നടക്കുമോ? ഈ പണി നടക്കും? ഈ നമ്മുടെ തൊഴിൽ വകുപ്പ് തൊഴിൽ മന്ത്രിയായിട്ടിരിക്കുന്ന ശിവൻകുട്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗമല്ലേ? എന്നിട്ടാണോ പറയുന്നത് ഇത് ഈ തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള, അതായത് എല്ലാ അസംഘടിതരായിട്ടുള്ള തൊഴിലാളികളായാലും സംഘടിതരായിട്ടുള്ള തൊഴിലാളികൾക്കും ഒക്കെ അവരെല്ലാം പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ കൊണ്ടുവന്നേക്കുന്നത് തൊഴിലാളി സ്നേഹം കൊണ്ടൊന്നുമല്ല, മുതലാളി സ്നേഹം കൊണ്ടാണ്. മുതലാളിമാരെ, ഈ നാട്ടിലെ കുത്തകകളെ, അതായത് വൻ കുത്തകകളെ, ശതകോടീശ്വരന്മാരെ, വ്യവസായികളെ സഹായിക്കാൻ മാത്രം വേണ്ടി കൊണ്ടുവന്നേക്കുന്നതാണ് ഈ ലേബർ കോഡ്. അതായത് അതിന് സമരം ചെയ്യണമെങ്കിൽ 14 ദിവസത്തിന് മുമ്പ് നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പിടിച്ച് ജയിലിടും. 50,000 രൂപ ഫൈൻ. ഇതൊക്കെയാണ് 50,000 5 ലക്ഷം ഇതുണ്ട്. അതാ തുകയും കണ്ട. ഈ രീതിയിൽ ഉള്ള കാഴ്ചപ്പാടോടുകൾ, അതായത് ഒരു അവകാശത്തിന് വേണ്ടി സമരം ചെയ്യണമെങ്കിൽ 14 ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്തിട്ട് അനുവാദം ചോദിച്ച് അവർ സമ്മതിക്കുന്നെങ്കിൽ സമരം ചെയ്തോണം, ഇല്ല ചെയ്യരുത്.
ഇതൊക്കെ പറയുന്ന നിയമങ്ങളാണ് ഈ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ അതിന് റൂൾസ് ഫ്രെയിം ചെയ്തങ്ങ് കൊടുത്തു ഇവിടെ. എന്നിട്ട് പറയുക അത് റൂൾസും ഫ്രെയിം ചെയ്ത് അത് വിജ്ഞാപനം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് പറയുക അതിങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർബന്ധം ഉണ്ടായിരുന്നു, അത് നിർബന്ധിച്ചു അവർ ഇങ്ങനെ ചെയ്തെന്ന്. കേന്ദ്ര ഗവൺമെൻറ് നിർബന്ധിക്കും. അങ്ങനെയാണല്ലോ PM ശ്രീയുടെ കാര്യം, അവർ നിർബന്ധിച്ചു. ഇല്ലെങ്കിൽ അങ്ങനെ ഇത് കളയുന്ന മൂക്കടിച്ച് കളയെന്ന് പറയുമ്പോൾ എളുപ്പം പോയി ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടാണ് ഈ പറയുന്ന വർത്തമാനം, ഞങ്ങൾ സമരം ചെയ്തങ്ങ് വിജയിപ്പിക്കും, സമരം ചെയ്തങ്ങ് റെഡിയാക്കും എന്ന്. ഇതൊക്കെ ആരോടാ ഇതൊക്കെ പറയുന്നത്? ചിന്തിക്കണം, മനസ്സിലാക്കണം, തിരിച്ചറിയണം. ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ, ഇത് തിരിച്ചറിയണം. ഭരിച്ചോണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് ഇതേപോലെ ജനങ്ങൾക്ക് വേണ്ടി അങ്ങ് റെഡിയാക്കി എടുക്കാൻ പോവുക, തൊഴിലാളി സ്നേഹം ഞങ്ങളങ്ങ് പ്രകടിപ്പിക്കുക എന്ന് പറയുന്നവരാണ് ഇത് സെൻട്രൽ ഗവൺമെൻറ്റിനോട് ചേർന്ന് അവർക്ക് വേണ്ടി റൂളും ഫ്രെയിം ചെയ്ത് കൈ കൊടുത്തത്. എന്നിട്ടാണ് ഈ അനാവശ്യം പറയുന്നത്. സമരം ചെയ്യട്ടെ.